Hello guys. ഇന്ന് ലെറ്റ്സ് പ്ലേ എന്ന സീരീസിൻ്റെ ഒരു എപ്പിസോഡായി. അഞ്ചാമത്തെ എപ്പിസോഡാണെന്നാണ് ഇതിന് ഓർമ്മ. മിക്ക മൈക്ക് വർക്കിംഗ് ആണെന്ന് കേട്ടെ. സ്കെപ്ചറാണ് എൻ്റെ ഓക്കെ. എൻ്റെ മൈക്ക് GG. നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പം നമ്മൾ അഞ്ചാമത്തെ എപ്പിസോഡിലൊരു വീട് പണിയാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ വീടിന് വേണ്ടി ഞാൻ എല്ലാം വർക്ക് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം എടുക്കും. അപ്പം എന്തായാലും എനിക്ക് റീപ്ലേ മോഡൊന്നുമില്ലേ. എനിക്ക് ഫാബ്രിക് പോലും ഓടിയില്ല. ഫാബ്രിക്കിലാണെങ്കിലും എനിക്ക് റീപ്ലേ മോഡ് പോലും ഇല്ല. ലാഗ് കണ്ട എൻ്റെ 2 ഡിസീസ് ഒരു ചങ്ക് കൂട്ടിയിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ കുറേ സാപ്ലിംഗ് ഒക്കെ നട്ടത് ഓർമ്മയുണ്ട. അതൊക്കെ ഓഫ് ക്യാമറയിൽ പോയി കളഞ്ഞ് ഒരു റോ ആണ് കിട്ടി. ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ ഇത്രയും മുട്ടോ ഇതൊക്കെ ഒപ്പിച്ച് തൻ്റെ ചവർ പൊട്ടിയാണ് വെറുതെ അടിച്ചു പോയി തട്ടിക്കൂട്ടി എറിയും. തോന്നിയാണെങ്കിൽ സ്റ്റോറേജ് കൊണ്ടുപോയിടാം. ഇതിൽ പിക്കക്സ് പോലും ഇല്ല. ആയാണ് ഒപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷേ ഞാൻ എൻ്റെ സീരിയത്ത് ചങ്ക് ബേസിൽ ഇടാൻ പോയാണ്. അടുത്ത എപ്പിസോഡ് വില്ലേജ് കിട്ടാൻ നമുക്ക് വില്ലേജ് ഇട്ടിട്ടാണ്. വില്ലേജ് കാരണം തൂക്കിക്കൊണ്ട് വരണം. നല്ല പണിയായിരിക്കും. പക്ഷെ വില്ലേജർമാരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിച്ച് ഡയമണ്ട് ആർമർ പ്രൊട്ടക്ഷൻ ഫോർ മെൻഡിങ് ഒപ്പിക്കണം. എൻ്റെ അടുത്തേക്ക് അറിയാത്ത ഓവർ ദി 3 മണിക്കൂറുണ്ട്. പക്ഷേ ചോല ഇത്തം മാത്രമില്ല നമുക്ക്. പിൻ പൗഡർ വളർന്നു വന്ന് നമുക്ക് ഫ്ലോർ എന്ത് ചെയ്യുമോ നോക്കട്ടെ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ സോറി. ഈയുടെ വീടാണ്. തിരണം സുധീനം വീട്ടിലേക്ക് ബർച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബർച്ച് അത്ര കിട്ടുകയെന്ന് അറിഞ്ഞുകൂടെ. സ്പ്രൂസ് വുഡ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് കൂടുതലായിരുന്നു, നല്ലതായിരുന്നേനെന്ന് എനിക്കൊരു ഉണ്ട്. പക്ഷേ സ്പ്രൂസ് വുഡൊക്കെ കിട്ടാനായിട്ട് നല്ല ഒടുക്കത്തെ ചപ്പാത്തി പണിയാണ്. സ്പ്രൂസ് വുഡ് എനിക്ക് വേണം. ഈ സീരീസിൽ സ്പ്രൂസ് വുഡ് ഇല്ലാണ്ട് ഞാൻ ബാക്കി ബിൽഡ്സൊന്നും ചെയ്യല. ഈ ബേസിന് മാത്രം നോക്കായിക്കോട്ടെ. ഇത് സ്റ്റാർട്ടർ ബേസ് അടുത്ത് പറയാൻ പറ്റില്ല. എനിക്ക് ഫൈനൽ ബേസ് ഈ സീരീസിൽ ഇതൊക്കെ ഞാൻ മെറ്റീരിയൽ പോയിട്ട് എത്ര നാളായിട്ടുണ്ടായിരിക്കും. ലെറ്റ്സ് പ്ലേയുടെ കഴിഞ്ഞ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ 1 മാസമായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട്. എനിക്ക് മടി പിടിച്ചിരിക്കുന്നത് ചെയ്യാനായിട്ട്. ഞാൻ ഒത്തിരി മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഒരു ബ്രേക്ക് എടുത്ത് ലെറ്റ്സ് പ്ലേ സീരീസ് ബ്രേക്ക് എടുത്ത് വരുമ്പോഴാണ് ഞാൻ അന്നൊക്കെ എപ്പിസോഡ് ഒപ്പം അയച്ച് ആ മോബ് ഫാം ചെയ്തതിന് ശേഷം പിന്നെ ഈ ബേൺ ഔട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മോബ് ഫാം എന്തൊരു ഇപ്പോൾ അത്രക്ക് എഫിഷ്യൻസി ഇല്ല. ജസ്റ്റ് സ്പൈഡർ കയറി ക്ലോഗഡ് ആയിട്ടുണ്ട് ആ ഫാം ഇപ്പം തന്നെ. അതെനിക്ക് പോയി ക്ലീൻ ചെയ്യാനും അത് ചെയ്യാനും എനിക്ക് വയ്യ. ഒരു കുറച്ച് സ്ട്രിപ്പ് ചെയ്ത്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല. ബർച്ചിപ്പോൾ തികയുമെന്നാണ് എൻ്റെ വിശ്വാസം. 30 ആയിട്ടുണ്ട്. ഒരെണ്ണം 1-2 കൂടുതൽ എക്സ്ട്രാ എടുത്തുകൊണ്ട് പോകാറുണ്ട് ഇവിടെ അച്ഛൻ്റെ ഒക്കെ. പറഞ്ഞിട്ടെന്ത് കാര്യം. 50-55 ബ്ലോക്കെങ്കിലും ആകും ആ ഫ്ലോറിന്. എൻ്റെ സ്റ്റാക്ക് കണക്കിന് ഡേർട്ട് വന്നു. എല്ലാത്തിനും ട്രാൻസ്ഫോം ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ബേസ് നോക്കിയപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്. 0.2 കുറഞ്ഞതാക്കിയാണ്.
ഇത്രയും സെറ്റിങ്സിലാണ് കളിക്കുന്നത് ഞാൻ. എന്നിട്ടും ലാഗില്ല. 1.24 ഈ LTW റണ്ടർ വന്നപ്പോഴാണ് ഞാനന്ന് രക്ഷപ്പെട്ടത്. ഒരു പണിയായിരുന്നു LTWന് മുന്നേ. അവസ്ഥയായിരുന്നു. ആ നോൺ LTW ആംഗിൾ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ മുന്നേ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഫാബ്രിക്കിൽ കുറേ മോഡ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗെയിം പ്ലേയിൽ 30 FPS പോലും കിട്ടിയല്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇപ്പം 8 ചങ്ക് ഓടുന്നുണ്ട്. ഡീസൻ്റ് FPS കിട്ടുന്നുണ്ട്. റെക്കോർഡിങ്ങും ആണ്. നമ്മൾ 5 മിനിറ്റ് റെക്കോർഡ് ചെയ്യാനുണ്ട്. സാധാരണ നിങ്ങൾക്ക് കാണിക്കുക. ഇല്ല, ഇവിടെ എനിക്കൊരു ചെറിയ സംഭവമുണ്ട്. എന്നാണ് എൻ്റെ ഡിസ്പ്ലേ ഇത് ചെയ്യുന്നത്. എനിക്ക് ടൂൾ ബാർ ഓക്കെ. 1 2 കുറച്ച് നേരം എടുക്കുമല്ലോ. 3 4 5 6 7 8 9 1 2 1 സെക്കൻഡ്. ഡോഗ് ഇത് ഇതിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. കൊള്ളാമല്ലോ ഈ സംഭവം. വെർച്ചിന് ഹേറ്റുണ്ടെങ്കിലും കാണാൻ കൊള്ളാം. ഇവിടെ പെട്ടെന്ന് വെച്ച് പോണ രീതിയാണ്. നമ്മുടെ ടൂൾസ് എല്ലാം പൊട്ടാറായിരിക്കുന്നു. പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് റിപ്ലേസ് ചെയ്യാനും വയ്യ. 1 2 ഓക്കെ. പിഷ്ക ലൈവ് ചെയ്യണോ എന്നുണ്ടായിരുന്നു. ഞാൻ പുതിയ സ്കൈ ബ്ലോക്ക് സീരീസ് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പം അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. നമ്മൾ സ്കൈ ബ്ലോക്ക് ഇൻഫിനിറ്റ് കളിക്കാൻ പോയി. ആദ്യം നമുക്കൊരു ക്ലാസിക്കിൻ്റെ സീസൺ വെക്കാം. സ്കൈ ബ്ലോക്ക് ഇൻഫിനിറ്റിൽ ക്ലാസിക് ഐലൻഡ് ജനറേറ്റ് ആക്കിയിട്ട് അതിനൊരു സീസൺ കൊടുക്കാം. ആൻഡ് നമുക്ക് ഒരു ഇൻഫിനിറ്റ് ഇതും കൊടുക്കാം. ഇൻഫിനിറ്റിലോട്ടേക്ക് എനിക്ക് കൂടുതൽ നോക്കുന്നത്. നമുക്ക് ആദ്യം സ്കൈ ബ്ലോക്ക് ഒരു പ്രോപ്പർലി കളിക്കണമെന്നുണ്ട്. സ്കൈ ബ്ലോക്ക് ഞാൻ മുന്നേ കളിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇതെൻ്റെ ഫസ്റ്റ് ടൈമൊക്കെ എന്ന് പറയാം. ആ ഒരു മൂഡിലായിരുന്നു. കുറേ വർഷങ്ങൾ, 1 വർഷമെങ്കിലും ആയി. അയ്യോ, മാറിപ്പോയാ? ശരി, ഇതുകൊണ്ടോ പാറ്റേൺ തെറ്റിച്ചു. എൻ്റെ ആക്സൊന്നൊരു പൊട്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു പെട്ടെന്നൊരു കട്ടെടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗസ്, വേറൊരു അപ്ഡേറ്റ്, ചെറിയൊരു കാര്യമാണ്. എൻ്റെ ആക്സ് ഇതും പൊട്ടാറായി. മോപ്സ് 2 പേരേ ഉള്ളു. തീർക്കേണ്ടി വരും. എൻ്റെ ബോധന വേണം. അവനെ തീർത്തു. പക്ഷെ ക്രീപ്പറിന് നമുക്ക് തീർക്കണം. പടിയാൻ പറ്റിയില്ല. ചേടാ, ശക്തിക്ക് അടിക്കണോണ്ടാ. 1 അടിച്ച്, 2 അടിച്ച്, 3 അടിച്ച്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ സോറി. കുറേ നാളുകളിൽ എപ്പിസോഡ് റെക്കോർഡ് ചെയ്ത് അതും ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ശരിയാവും.
ക്രീപ്പറിൻ്റെ ഗൺ പൗഡറിൻ്റെ ഇതിൻ്റെ ലൂട്ടൊന്നും എനിക്ക് വേണ്ട. വെറുതെ എന്തായാലും സ്ട്രിപ്പ് ചെയ്യണമല്ലോ. അതിങ്ങോട്ടേക്കല്ലേ. അപ്പോൾ പിന്നെ 1 2 3 മൂന്നായിട്ട് പോയാൽ പോരെ. പൊട്ടുമെന്ന് എനിക്ക് ചെറിയ പേടി. ഓക്കെ, ഡിഷ്ക ടിഷ്ക 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 അപ്ഡേറ്റ് ചെയ്യാം. കുറച്ചുകൂടിയല്ലേ ഇപ്പം കഴിയുന്ന പരിപാടിയാണ്. 1 2 ആക്സ് കൂട്ടി പറഞ്ഞ തീർന്നില്ല. ഇനി പ്രൊജക്റ്റിന് നല്ല ചോദിച്ചോ. അവിടെ പറ്റിച്ചാളാ എങ്ങനെയാ നശിപ്പിക്കണം? നശിപ്പിച്ച് ഈ 2 ലെയറും പോവും. കുറേ പണിയാണ് കഴിച്ച്. എന്ത് പറയാനാണ്, ഞാനിപ്പോൾ തോറ്റ്. എല്ലാത്തിനും തോറ്റിട്ട് ഇരിക്കുക. എപ്പിസോഡ് എന്ന് കഴിയുമോ എന്തോ. 3 കൊണ്ട് പോയ ഡ്രാഗനെ ഒന്ന് ഡിഫീറ്റ് ചെയ്യാനായിട്ട് നേരെടുക്കും. 2 ഇനി ഇതൊന്ന് പോയി വേഗം എടുക്കണം. വേഗം തീർക്കട്ടെ. അത് ഞാൻ അടുത്തൊരു അപ്ഡേറ്റ് കൊണ്ടുവരാൻ നിങ്ങൾക്ക്. അതുവരെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ സ്റ്റാർട്ടർ ജസ്റ്റ് ഒരു അപ്ഡേറ്റിന് പോയിട്ട് വരാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇതല്ല തീർത്ത്. ഈ ആക്സിൻ്റെ പരിവം കണ്ട 32 ഡ്യൂറബിലിറ്റി. നീ ഇതൊക്കെ എന്ത് ചെയ്യാനാണ്? ഫ്ലോറായി നമുക്ക്. ഫസ്റ്റ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറിനെ ഞാൻ തട്ടിക്കൂട്ട് ചെയ്യാത്തുള്ളു. വയ്യാണ്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് പരിപാടി ഒപ്പിക്കണം. സാൻഡ് പോയി എടുത്തോണ്ട് തന്നെ. സാൻഡ് വേണം. ഗ്ലാസ്സിന് വേണ്ടി സാൻഡ് എടുക്കണം. അപ്പോൾ നമുക്ക് സാൻഡ് ഫാമിങ്ങിന് പോയിട്ട് സാൻഡ് ഒന്ന് വേഗം എടുക്കാൻ തുടങ്ങാം. അതേ ഇരിക്കണം നമുക്ക് സാൻഡ്. ഇവിടെ നിന്ന് നമുക്ക് തൂക്കി എടുത്തോണ്ട് പോകണം. സാൻഡ് ഇല്ലാണ്ട് ഒരു കാര്യവും നടക്കില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നല്ലോണം സാൻഡ് വേണം. സാൻഡ് ഇല്ലാണ്ട് ഈ എപ്പിസോഡ് നമ്മൾ ഫിനിഷ് ചെയ്യണം. തന്നെ 13 മിനിറ്റ് ആയി ഈ എപ്പിസോഡ്. എന്തായാലും 20-25 മിനിറ്റ് പോവും. ചിലപ്പോൾ അരമണിക്കൂർ പോവും. ഫസ്റ്റ് അരമണിക്കൂർ എപ്പിസോഡായിരിക്കും ഇത്. ഫസ്റ്റത്തെ അരമണിക്കൂർ എപ്പിസോഡ് ആയിക്കോട്ടെ ഇത്. ഓക്കെ, ഇവിടെ നിന്ന് ഇത്ര സാൻഡ് നമ്മൾ തൂക്കി. 31 സാൻഡൊന്നും തികയല്ല. ഈ എപ്പിസോഡ് നമുക്ക് ബെസ്റ്റ് എപ്പിസോഡായിരിക്കണം. അതുകൊണ്ട് ഞാൻ പോയി ഇനിയും സാൻഡ് എടുക്കട്ടെ. 36 38 39 40 സാൻഡ്. ഇത് തന്നെ നമുക്ക് ധാരാളം. ഇനി കോളം എടുത്ത് കിട്ടും. ഒരു കാര്യം കിട്ടി, പക്ഷെ രണ്ടാമത്തെ കാര്യം കിട്ടിയില്ല. പിന്നെ സ്പൂൺ അങ്ങോട്ടേക്കായിരുന്നു. ഞാനിപ്പോൾ കുറേ ദൂരമാണ് സ്പൂണിന്. ഈ മലയുടെ അപ്പുറത്തായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഇരിക്കണം. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പോയി എടുക്കണില്ല ഞാനത്. ഞാനൊരു കാലത്തും എടുക്കാൻ പോയില്ല. എപ്പിസോഡ് സീരീസൊക്കെ കുറച്ച് പോയി കഴിയുമ്പോൾ എടുക്കാൻ പോയി. ഇവിടെ നമുക്ക് ഫ്യൂലുണ്ടോ? അതേ ഇരിക്കുന്നു. 12 ഇതി 20 ഇതി വെച്ച് 10 6
10, 6, 10, 5 ഇതെല്ലാം ഞാൻ സ്പ്രെഡ് ഔട്ട് ചെയ്യട്ടെ. പുഷ്ക എൻ്റെ 4 ഫേണസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്ലാസ് ഈ സീരീസിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഗ്ലാസ് കിട്ടണം. ഇങ്ങനെ ആദ്യമായിട്ട് നമുക്ക് ഈ സീരീസിൽ ഗ്ലാസ് കിട്ടി. ഞാനിതെല്ലാം സ്മെൽറ്റ് ആകാൻ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. ഒരു അപ്ഡേറ്റ് ഞാൻ ഇത്ര ഉണ്ടാക്കി. ബേസ് ഗ്ലാസ് ഒക്കെ ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് എൻ്റെ 16 ഞാൻ ലോഗോ വെച്ച് ഇതിനകത്ത് നാളേക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കട്ട. അതിൻ്റെ 6 എന്തോ കുറേ ഗ്ലാസ്സിലിപ്പുണ്ട് വെറുതെ. ഇത് വെച്ച് എന്ത് ചെയ്യും ഒരു പരിപാടി അറിഞ്ഞുകൂടാ. അതെ അതായി അവിടെ കിടന്നോടാ കേട്ടോ. അതിനെപ്പറ്റി ഞാൻ കയറുകയാണില്ല. ഇത് നമ്മുടെ മൈനിങ് ഏരിയ. മൈനിങ് ഏരിയ ഇസ് എ മൈനിങ് ഏരിയ. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഫില്ല് ചെയ്യണമല്ലോ. ഇവിടെ സ്റ്റെയർ കേസും വെക്കണമല്ലോ. ഞാൻ അതൊരു പണി ചെയ്യണം. ക്രോസിംഗ് ടേബിൾ അവിടെ കേസ് 8 എണ്ണം വെച്ച് ഞാൻ ഉണ്ടാക്കാം. തൽക്കാലത്തേക്ക് 32 കയറി. ഇതിവിടെ വെച്ച് ബേർഡ് ചാടി ഉപയോഗിച്ചാൽ ഇവിടെ എല്ലായിടത്തും പോക്കല്ലേ. ബേർച്ചൊക്കെ വേണം. അപ്പം നെക്സ്റ്റ് ഇതടിച്ച് രണ്ട് മൂന്ന് ഇതും കൂടിയല്ല ഫൈനല്. ഇനി ഇതാണിക്ക് പോരട്ടെ. ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ഒപ്പം ഒന്ന് നോക്കട്ടെ. ഇവിടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാവും. നമുക്ക് വേണമെന്നെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക എന്താ വെക്കണമെന്ന്. അതൊക്കെ ഞങ്ങൾ വെച്ച് തരാം. ഈ വാതിൽ ഇവിടെ നിന്ന് പാത്ത് വേ ഒക്കെ ഉണ്ടാക്കിയല്ലോ നീറ്റാക്കി നമുക്ക് വെക്കാം. എന്തായാലും ഇത് ഷെയർസ് ഇടട്ടെ. ഞാൻ എന്തായാലും ഷെയർസ് ഇടാം. എൻ്റെ റെൻഡർ ഡിസ്റ്റൻസ് ഇപ്പോൾ ഭയങ്കര ഹൈ ആയി കിടക്കണം. എന്നിട്ട് ഇത്രക്ക് FPS കിട്ടണമെന്ന് പറഞ്ഞാൽ എനിക്ക് ബോധമില്ല. 4 എൻ്റെ ഷെയർ അറ്റാക്ക് ആടാ. ഇതാണ് ലാസ്റ്റ്. ഇതിപ്പോൾ ഓപ്പണബിലിറ്റി W ഇവിടെ. അത് നമ്മുടെ ഇതാണ് മോജോ ലോഞ്ചറാണ്. ഞാൻ ലോഞ്ചർ അടക്കം മാറിയായിരുന്നു. അതായിരുന്നു അപ്പോൾ എപ്പിസോഡ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ലോഞ്ചർ മാറി എൻ്റെ ഐഡിയ അതും ഇതൊക്കെ സിസ്റ്റം എല്ലാം മാറി അതെന്ന് എനിക്ക് സംശയം തോന്നി. അതുകൊണ്ട് ഞാൻ പതിയെ ടെസ്റ്റിങ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ കയറി ആക്കണം തിരിച്ച് ഡിസ്പ്ലേയിലേക്ക്. ഇപ്പം എനിക്ക് ഇതുണ്ട് ഇവിടെ കണ്ട ഈ ഗെയിംബോൾ ഞാൻ ഓണാക്കി. ആ ഷെയർ പാക്ക് ഇപ്പോൾ ബ്രോക്കണാണ്. ഹിറ്റ് ബോക്സസ് ഇത് ഓൺ ചെയ്യാൻ പറ്റിയല്ല. ഷെയർ ഒന്ന് ഫിക്സ് ചെയ്യട്ടെ. രണ്ടെണ്ണം എടുക്കുക, എന്നിട്ട് ക്ലിക്ക് ചെയ്തേക്കുക, എന്നിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം ശരിയാവും. ഓക്കെ, ശരിയായില്ലേ?
രണ്ടരത്തി ഹൈ ആയി, അത് കുറഞ്ഞിരിക്കണം, അല്ലെങ്കിലാണ് എനിക്ക് പണി കിട്ടാൻ പോണം. ഇനി നമ്മുടെ ഷെയ്ഡർ വർക്കിംഗ് ആയി. ഇപ്പം എങ്ങനെയുണ്ട്? ഗെയിം ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്ലാബ് ഉണ്ടാക്കട്ടെ, വുഡൻ സ്ലാബ്. ഓക്കെ, സ്ലാബ് അല്ലേ? ഇവിടെ പൊടിച്ചു ഇത് 16 വട്ടം ചെയ്യും. 60 മതിയാവും, ഇനി കൂടുതലുണ്ട. ഷെയർ ഇട്ടപ്പോഴും ഭംഗിയായില്ലേ ഗെയിം? ഇപ്പം എൻ്റെ അല്ല ശരി, ഞാൻ ബാറ്ററി ഒന്ന് മാറിയായിരുന്നു എൻ്റെ ഫോണിൻ്റെ. ഇപ്പം നല്ല പെർഫോമൻസ് കിട്ടണുണ്ടല്ലോ. കുറച്ചൊക്കെ ഇട്ടിട്ട് സ്റ്റേബിൾ 30 FPS. ഇത് തന്നെ നല്ല ഷെയ്ഡറായിരുന്നു. തുടക്കത്തിൽ ഇടേണ്ടതായിരുന്നു എപ്പിസോഡിൻ്റെ. പക്ഷെ നമുക്ക് റണ്ണർ അത്രക്ക് ഹൈ കിട്ടിയാല. റണ്ണർ നല്ല ഹൈ ആണെങ്കിൽ നമുക്ക് ഞാൻ കളിക്കുമ്പോഴേ ആസ്വദിക്കാനായിട്ട് തോന്നത്തുള്ളൂ. ഒന്നും കാണാനും പറ്റാണ്ട് നമ്മൾ നോക്കുമ്പോൾ വാർഡിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചങ്ക് പെട്ടെന്ന് അൺലോഡാക്കാനായിട്ട് നമുക്ക് റണ്ണർ കുറച്ചിടുക. അത് നമുക്ക് പെട്ടെന്ന് അൺലോഡാക്കണം. ബോർഡർ വന്ന് നമ്മുടെ പിന്നാലെ വെച്ചടിച്ച് രണ്ടടിച്ചിട്ട് നേരെ അങ്ങോട്ട് ഓടിയാൽ മതി. വാടഞ്ഞ പിന്നെ നമ്മൾ ആ ചങ്കിലേക്ക് പോകാതെ നമ്മൾ കാണിയാൽ. ഷെയർ ബഗ് അടിക്കാനുണ്ട്. ഇനി മാത്രമാണോ അതാ നമുക്ക് ഷെയർസ് ബഗ് ചെയ്യാനുണ്ടോ? എനിക്ക് ഷെയർസ് ബഗ് അടിക്കുന്നുണ്ടാകുന്ന ശരി സംശയം. ഷെയർസ് ഇപ്പോഴാണ് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. പക്ഷെ ഹിറ്റ് ബോക്സസിന് ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ട്. എന്താന്ന് അറിഞ്ഞൂടാ. നമുക്ക് സ്റ്റേബിൾ 30 FPS കിട്ടണുണ്ടല്ലോ, നല്ല കാര്യം തന്നെ. എൻ്റെ ബാറ്ററി മാറിയിട്ട് ഞാൻ ഇതുവരെ 3500 സ്ട്രീം പോയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണെങ്കിലും ആക്സിലോട്ടൊക്കെ ഇട്ടുകൊണ്ടേ പോയത്. 35 ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ പെർഫോമൻസ് കിട്ടിയാണ്. ഞാൻ ബാറ്ററി മാറിയതിന് ശേഷം ലൈവ് പോയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഏതായിരുന്നു എത്ര പെർഫോമൻസ് കിട്ടുമെന്ന്. അതുകൊണ്ട് എൻ്റെ ബാറ്ററി മാറുന്നതിന് മുന്നേ ഉണ്ടായിരുന്നത് ഫേവറേറ്റ് ആയിരുന്നെന്ന് കരുതി ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുത്തോണ്ട് പോയി. വേണ്ടി പോവാനും സംശയം. കുറച്ച് സ്ലാബ് ക്രാഫ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് സ്ലാബെല്ലാം തീർന്നു. കുറേ ഗ്ലാസ്സൊക്കെ ഉണ്ട് ഈ സീരീസിൽ. എനിക്ക് അടുത്ത എപ്പിസോഡ് വില്ലേജേഴ്സിനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സാധ്യത. ഒരു എപ്പിസോഡില്ലെങ്കിൽ ആ വില്ലേജേഴ്സിനെ കുറിച്ചും പറയണം. അവളെ ക്ലാസ്സിൻ്റെ ചെറിയ ഡ്രോപ്പ് ഉണ്ടല്ലോ. ഓക്കെ, ഇതങ്ങൾ കിട്ടിയ കേട്ടോ. ഇത് പൊടിയല്ല. ഇതിവിടെ ഇതൊന്ന്, ഇത് 2, 4. ചെറിയ ഫേറ്റ് എടുക്കുന്നുണ്ടല്ലോ. എന്തായാലും ഞാൻ ഓഫാക്കാം. എനിക്കൊരാലോചന. കിടക്കട്ടെ കുറച്ച് കഴിഞ്ഞ്. അത്യാവശ്യമായി ലൈറ്റിംഗ് ഇല്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പം തന്നെ കുറേ നേരമായി റെക്കോർഡ് ചെയ്യാമെന്ന്.
അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് ഈ സെക്കൻഡ് ഫ്ലോറും ഫിനിഷ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻറ്റീരിയറും ചെയ്ത് തീർക്കാം. ഇതെന്നെക്കൊണ്ട് വലിയ ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെയും ടാറ്റ ബൈ ബൈ. ഹലോ ഗൈസ്, നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഇവിടെ വെച്ച് തന്നെ ലെഫ്റ്റ് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾക്കറിയാം ഞാൻ ഈ വീടൊക്കെ ഫിനിഷ് ചെയ്ത് ഇവിടെ ഈ ചെസ്റ്റ് റൂമിനകത്ത് ചെസ്റ്റും വെച്ചിട്ടില്ല, ഇതിൻ്റെ അകത്തൊരു ഇൻറ്റീരിയറും വെച്ചിട്ടില്ല. ക്രീപ്പർ പണി കിട്ടി. ആഹാ സ്വർഗം പൊളിച്ച്. അപ്പം എൻ്റെ വീടും നശിപ്പിച്ച് ഇത്. ഞാൻ 5ാമത്തെ എപ്പിസോഡ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല ചാനലിലേക്ക്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞാനിപ്പം മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല കംപ്ലീറ്റ്ലി. ചാനലിൽ ഞാൻ എനിക്കെന്തോ പറ്റിയെന്നൊക്കെ നിങ്ങൾ വിചാരിക്കണ്ട. ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാനിവിടെ വില്ലേജ് കിട്ടിയായിരുന്നു. ഞാൻ ചങ്ക് ബേസ് വഴി എനിക്കിട്ട് വില്ലേജ് ഒപ്പിക്കാൻ പറ്റി. വില്ലേജിൻ്റെ ലൂട്ടാണ് ഞാൻ ഈ ചെസ്റ്റിൻ്റെ അകത്ത് ചെയ്യണം. ഈ മണ്ടയിലെ ചെസ്റ്റ് വേണ്ട. ഇതിനകത്ത് ഇത്രയും ഡിക്കാക്സ് ഇത് വില്ലേജസ് വന്നു. അത് മൈൻഡ് ചെയ്യണ്ട. അത് വെച്ച് ഡയമണ്ട് ഈ സാധനങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് ആ വില്ലേജ് നോക്കിയാൽ നമുക്ക് പോയി ഇന്നത്തെ എപ്പിസോഡ് അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഡിങ് ഡോങ്ങിനെ കൊണ്ടുവരണം. ഡിങ് ഡോങ് എന്താണെന്ന് അറിയാൻ മേലാത്തവർക്ക് ഡിങ് ഡോങ് ഈക്വൽസ് വില്ലേജർ അങ്ങനെ അറിയാം. ഞാൻ ഈ സീരീസ് വില്ലേജർ എന്ന് പറയുന്നതിനെക്കാളും നല്ലത് ഡിങ് ഡോങ് ആയിരിക്കും എളുപ്പം. പിന്നെ പുതിയൊരു സീരീസ് കൊണ്ടുവരുന്നുണ്ട്, ക്രിയേറ്റീവ് മോഡ്. ഞാൻ സുധീണനെ പോലെ ബഗ് കണ്ടുപിടിച്ചിട്ട് അതും വെച്ചിരിക്കുകയല്ല. ഞാൻ സുധീണൻ്റെ ബഗ് ഒപ്പിച്ച് അത് ആ മോഡ്സ് മാത്രമേ ഈ സീരീസിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ ചെയ്യും. അതാകുമ്പോൾ ബഗ്ഗും ഇല്ലായിരിക്കും, ഒന്നുമില്ലായിരിക്കും. ഇത് വീട് പൊട്ടിത്തെറിച്ച് ഇത് തന്നെ എനിക്ക് മുന്നേ സംഭവിച്ചായിരുന്നു. വീട് പൊട്ടിത്തെറിച്ചില്ല, പക്ഷേ ക്രീപ്പറിനെ വന്ന് ഞാൻ ക്രീപ്പറിനെ ഫൈറ്റ് ചെയ്ത് തീർത്തു. എൻ്റെ ഗ്ലാസ് പെയിനും പൊട്ടിച്ചു. സബാഷ്. ഞാൻ ഈ വീട് ഫിനിഷ് ആക്കിയതിന് തമ്മിൽ ഇതെടുക്കുമ്പോഴാണ് ഈ കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയത്. MSPT അങ്ങനെ ഉണ്ട്, കുറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഹൈ ആയിരുന്നു. ഇപ്പോൾ സെർവർ ലാഗ് പോയാ. പിന്നെ ഞാൻ ഈ സീരീസിൽ നമുക്ക് ഡ്രാഗനൊന്ന് ഫിനിഷ് ചെയ്യണം. ഡ്രാഗനെ ഫിനിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്നാ വേണമെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഡയമണ്ട് ആർമർ. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ മൈൻക്രാഫ്റ്റിൽ ഡ്രാഗനെ കൊന്നിട്ടില്ല. അപ്പം നിങ്ങളും കൂടി വരും ഈ ഇതിൻ്റെ വെക്കണമല്ല. ചണ്ട് ഇവിടെ വെക്കണമല്ലേ, ഇവിടെ ഒന്ന് വെക്കണം. ഇവിടെ സ്റ്റെയർ വെച്ചാലോന്ന് ആലോചന. സ്റ്റേഴ്സ് ഉണ്ടായിരിക്കും എൻ്റെ ഒരു 6 ഉണ്ടല്ലേ. ഒരു 2 ഇതെടുത്ത് ഇതിനകത്തേക്ക് എറിയുക, 2 ബാക്കി കളിക്കുന്നതിനകത്തേക്ക് തൂക്കി എറിയണം. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ട് തന്നെ എൻ്റെ നല്ല വീട് നശിപ്പിച്ചെടുത്ത്. താങ്ക് യു ആ ക്രീപ്പറിന്. ഈ ഒരു ലോകം കൂടി കാണാമല്ലേ. ഞാൻ ഫിനിഷ് ഓഫ് ചെയ്യണം. വില്ലേജൊക്കെ കണ്ടുപിടിച്ച് വില്ലേജൊക്കെ ലൂട്ട് ചെയ്തിട്ട് ഞാൻ വന്ന ആ ലോകമില്ല. പക്ഷേ ഇത് ഈ ലോഗ് മൈൻക്രാഫ്റ്റ് ക്രാഫ്റ്റബിൾ ആയിരുന്നെങ്കിൽ കഷ്ടപ്പാടില്ലായിരുന്നു. ഉള്ള പ്ലാൻകാലം എടുത്ത് ഞാൻ വീണ്ടും ലോഗ് ഉണ്ടാക്കിയ. ഈ വീട് കൊള്ളാമെന്ന് പറഞ്ഞാൽ കൊള്ളിയല്ലെന്നാണ് എൻ്റെ ഒപ്പീനിയനിൽ. പക്ഷേ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്താണ്. ഞാൻ ഇതൊക്കെ വെക്കണമല്ലേ. എപ്പിസോഡ് ഞാൻ മണി കിട്ടിയതാണ്. ചേട്ടാ അതുപോലെ നേരം എടുക്കും. ഞാൻ ക്രിയേറ്റീവ് മോഡ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ക്രിയേറ്റീവ് മോഡിന് വേണ്ടി ഞാൻ മൈൻക്രാഫ്റ്റൊക്കെ ഡൗൺലോഡ് ചെയ്യാനിരുന്നപ്പോഴാണ് ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു ഇഷ്യൂ ആണ്. ചെറിയ ഇഷ്യൂ ആണ് അത്. എനിക്ക് ഇൻ്റർനെറ്റ് ഉണ്ടായില്ല. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴായത് ഇൻ്റർനെറ്റ് ഇല്ല. ഈ ഒരു ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഹോട്ട്സ്പോട്ട് ചെറിയ ഇതുണ്ട്. അപ്പോൾ ഹോട്ട്സ്പോട്ട് ആകുമ്പോൾ അഡീഷണൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് ബേസിക്കായിട്ട് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തിനാ ഇവിടെ വന്നു പറഞ്ഞ ഞാൻ സമയത്ത് മറന്നുപോയി. ഗ്ലാസ് പെയിൻ അല്ലേ, ഗ്ലാസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ
മൈനിങ്ങിന് പോയിട്ട് അയൺ കുറച്ച് കിട്ടി. 6 അയണുണ്ട് നമ്മുടെ ഇത്. ഞങ്ങൾക്കൊരു അയൺ ഫാമും ബ്രീഡറും ഒക്കെ സെറ്റ് ചെയ്യണം. ഇത്ര ഇതുണ്ട്. നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ വറി ചെയ്യണ്ട. കുറച്ച് ഹേബേൽ എടുത്തിട്ട് അങ്ങോട്ടേക്ക് 10-12 ഹേബേൽ എടുത്തിട്ട് ഞാൻ ഫുഡാക്കട്ടെ. എനിക്ക് ഫുഡിന് സ്റ്റാർ ചെയ്യാണ്ട് വയ്യ. ഗ്ലാസ് പെയിൻ എടുത്തിട്ടില്ല അല്ലേ. 36 ബ്രെഡ് കിട്ടും. അയ്യോ ഇങ്ങനെ എടുത്തിട്ട് എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഫാൻ്റെ എവിടെ ഗ്ലാസ് ഈ ഗ്ലാസ് പെയിൻ ഉണ്ടാക്കണം അല്ലേ. 6 അപ്പം ഇത് എടുക്കണം. 1 2 3 4 5 6. ഈ വീട് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു സാധനമില്ല. വില്ലേജ് ഉണ്ട്. ഞാൻ മുട്ടായംസിയിലൊക്കെ ഞാൻ വില്ലേജർമാരെ വെച്ച് ഞാൻ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. സീസൺ 9 ആണ്. സീസൺ 10 എന്നതൊരു കയറിയിട്ടില്ല മര്യാദക്കൊന്നും. പിന്നെ ഡിസ്കോഡ് അക്കൗണ്ട് ഇപ്പോൾ ഇല്ലാത്തതാണ്. എനിക്ക് അപ്ഡേറ്റ് വന്നാലും എന്ത് വന്നാലും എനിക്കൊരു അറിവില്ല. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം റെഡിയാക്കാനായിട്ട് ഞാൻ കുറച്ച് പണിയിലാണ്. തരീകമംസിയുടെ ലോഞ്ച് എന്താവും എന്ന് എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഞങ്ങളെ ഒപ്പിക്കും എന്നാണ് എൻ്റെ ഉറപ്പ്. ഇതൊക്കെ ഞാൻ എൻ്റെ സോർട്ടിങ് സിസ്റ്റത്തിലേക്ക് എടുത്തറിഞ്ഞിട്ടില്ല. പെട്ടിയൊന്ന് വൃത്തിയാക്കി എടുക്കണമല്ലോ. എന്ത് ചെയ്യണം? സ്റ്റോറേജ് സിസ്റ്റം ഞാൻ എന്തിനാ ഇവിടെ ഉണ്ടാക്കിയത്? കുറേ ദൂരമാണ് എൻ്റെ ബേസിന്. എനിക്ക് ഇൻഡോർ ഇതുണ്ടെന്ന് പറയണത്. ഇതൊക്കെ ഇൻഡോർ ഉണ്ടായിട്ട് ഞാനിത് ഉപയോഗിക്കാത്തതൊന്നും പ്രശ്നം. ഇവിടെ അതും ഇതുമൊക്കെ ചവറുമല്ല. എൻ്റെ വലിയ കട സ്റ്റോറേജ് ഏരിയയാണ്. ഒരു പെട്ടി പൊട്ടിച്ചപ്പോൾ തന്നെ എൻ്റെ ഇൻവെൻട്രി ഫുള്ളായി. പെട്ടി എന്ത് ചെയ്യേ? സ്പൂണായിട്ട് പെട്ടി എടുത്തില്ല. പക്ഷെ സാപ്പിങ് നടക്കുന്നുണ്ട്. പെട്ടിയോടെ ഞാൻ കൊണ്ടുപോവാം. ഇതിനകത്തൊന്നുമില്ലല്ലേ. ഈ ഹാലിബേർഡ്സിനകത്തേക്ക് വല്ലതും വെക്കാനുണ്ടോ? കോപ്പറുണ്ട്. ഫോർട്ടിങ്ങിനകത്തേക്ക് അതും വെക്കാനുണ്ടല്ലേ. ഇത് വെക്കണം. ഈ പൊട്ടാറ്റോ, ആപ്പിള്, ഫുഡിൻ്റെ അകത്ത് ഹേബേൽ വെച്ചിടാം. ഫുഡല്ലേ. ഇത് രണ്ടും ഇതിനകത്തേക്ക് വയ്ക്കട്ടെ. മൈനിങ്ങിനും പോയപ്പോഴും കേവ് കണ്ടുപിടിച്ച്. കേവിൻ്റെ അകത്തൊരു ഉപയോഗമുള്ള സാധനമില്ലായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയത് ഓഫ് ചെയ്തു. ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ട്. നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് ഒരു കാര്യം ചെയ്യാതെ എൻ്റെ ഇതിൽ വെക്കാം. പാഡിങ് ഹോൾ ഉണ്ടാക്കി വെക്കണം. എല്ലാം ഉണ്ടാക്കിയിട്ട് പോലുമില്ല. പ്ലാൻ ചെയ്ത് വെക്കണം. ഇത്ര ഇതൊക്കെ ഉണ്ടല്ലേ. ആരോസി തന്നെ എടുത്തേടാം. അപ്പം ആരോസി വെച്ച് കുറവാണ്. വുഡിൻ്റെ അകത്ത് ഇതും വെച്ചിട്ടില്ലല്ലേ. ഇതൊരു തടിപ്പുള്ള സോർട്ടിങ് സിസ്റ്റം തന്നെയാണ്. ഞാനത് ഉപയോഗിക്കണമെന്ന് പോലും പറഞ്ഞില്ല. ആ ഗ്രാവൽ ചെയ്യണം. നമുക്ക് നെതറിലോട്ടേക്കൊന്ന് പോകണമായിരുന്നു. ഞാൻ ബെഡൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സ്റ്റോറേജിനകത്ത് ബെഡ് അവിടെ വെക്കണം. അതിനകത്ത് 5-2-7 കാറ്റഗറി ഉള്ളല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം. അടുത്ത പെട്ടിക്കകത്ത് വാല്യൂബിൾസ് ഉണ്ടല്ലേ. സോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം എൻ്റെ ഇൻവെൻട്രി വീണ്ടും ഫുള്ളായ. ചോടോ അത് ഇങ്ങോട്ട് ഈ പെട്ടിയെല്ലാം നീക്കി വെക്കാം. എന്തോന്നുണ്ട് ഇതിൻ്റെ അടിയിൽ എന്ത് ഈ സ്പൂണായി വീഴണത്? ഓ ഷീൽഡും ഇല്ലല്ലേ. എൻ്റെ ഷീൽഡ് പില്ലജറന്മാർ വന്ന് പൊട്ടിച്ച് കളഞ്ഞു. എനിക്ക് അവന്മാരുമായിട്ട് അത്രയ്ക്ക് ഇഷ്ടമല്ല. പില്ലജറന്മാരായിരിക്കും ഒരു കാശം കൊള്ളിയാൽ മാത്രം അവിടെ ഡിഫീറ്റ് ചെയ്യണമായിരിക്കും നന്നോ. ഇതിനകത്ത് വാല്യൂബിൾസിനകത്ത് വെക്കണം. ഗ്ലാസ്സൊക്കെ ചെയ്ത് വേറെ കണ്ടുപിടിക്കാം. അയാള് ഇതിനകത്തേക്ക് ഇതൊക്കെ എടുത്തെറിഞ്ഞ് റെഡ് സ്റ്റോൺ ഇന്നാ തോന്നും. വലിയക്കോട്ടെ എപ്പിസോഡാക്കാൻ എനിക്ക് പ്ലാനില്ല. എനിക്ക് ഡയമണ്ട് കിട്ടിയായിരുന്നു. ഡയമണ്ട് ഉപയോഗിക്കാം.
ഇതിനകത്ത് ഇതും കിടക്കട്ടെ. ഡെക്കറേഷന് പോലും പെട്ടിയില്ലല്ലേ. വാല്യൂസിനകത്ത് ഞാൻ ഇതിട്ടാടാം. ഈ ടൂൾസ് അതിനകത്ത് കിടന്നോട്ടെ. ബെഡൊക്കെ അത്യാവശ്യം വേണ്ടുന്ന സാധനം. ഇതിടണോ. ഇതിപ്പോൾ എപ്പിസോഡിൽ നമ്മളെ ഗോൾ പോലും സെറ്റ് ചെയ്തിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിൽ മീഡിയൊക്കെ എപ്പിസോഡ് ആയിക്കോട്ടെ. ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 156 പോകണം. അപ്പം നെഗറ്റീവല്ല, പോസിറ്റീവ് 156 ഒരു പോസിറ്റീവ് 350 അങ്ങോട്ട് പോകണം. ഇത് ഗെയിം ലാഗ് അടിക്കണുണ്ടോ? നമുക്ക് ക്രിയേറ്റ് മോഡ് നല്ല ലാഗ് അടിക്കുമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ കുറച്ച് പരിപാടി ഒപ്പിച്ചായിരുന്നു. ഞാൻ ക്രിയേറ്റ് മോഡ് തന്നെ ഇതേ ലോഞ്ചറിൽ ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കണ കാര്യമല്ല, അല്ല ഫെയിലാണ്. ഞാൻ 4G എടുത്തിട്ടപ്പോൾ 2020.1 ഗെയിം ലോഞ്ചായി വരും LTW വെച്ചിട്ട്. പക്ഷെ ലോഞ്ചായി വന്നിട്ട് നടുവിൽ ബ്ലാക്കും പക്ഷേ സൈഡിൽ റെഡും കാണിക്കും. എന്താണെന്ന് മനസ്സിലാവണില്ല. പക്ഷേ ഫാബ്രിക് വെച്ചിട്ട് ഞാൻ മോഡിലിട്ട് ഞാൻ ക്രിയേറ്റ് മോഡിനകത്തൊരു ട്രെയിനൊക്കെ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി ഉണ്ടാക്കിയപ്പോഴാണ് ബഗ് അടിച്ച് ഒരു പരിവായി. ഞാൻ എങ്ങോട്ടേക്കാണ് ഈ പോണത്. ഈ എപ്പിസോഡ് തന്നെ ഒരു പരിവായിരിക്കുക. ഈ തമ്മിൽ 2 എപ്പിസോഡിന് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തെടുത്തിടണം. അത് വേറെ പണി. പിന്നെ വേറെ സെറ്റ് സ്കില്ല് വേണം. ഇതില്ലാത്ത കുറേ ഉണ്ട്. 1 2 ഇതിൻ്റെ അകത്തേക്ക് ഇതങ്ങടിക്കെറിയുക, ഇതിൻ്റെ അകത്തേക്ക് ഇതെടുത്തെറിയുക. ഗ്ലാസ്സൊക്കെ വായുകളാണ്. ഗ്ലാസ്സിനും വേണ്ടി ഞാൻ അലയേണ്ടി വരും. വാണ്ടിൽ ഇതടിക്കുക ടൂൾസിനധികം ഉടൻസോട് ഇതടിക്കുക. വളരെ പരിപാടിയാണ്. എനിക്ക് ഫുഡ് പെട്ടി നിറഞ്ഞിട്ട് പോലും ഇത്രയും നേരമായിട്ട്. 1 2 ഇത് 2 അല്ലേ ഉള്ളു. എൻ്റെ കൈ വേദനയാണ് ഇത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യണമെന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും ഞാൻ ചെയ്യാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് വയ്യ. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ചെറിയൊരു ബേൺഔട്ടുണ്ട് എനിക്ക്. ഈ ഒരു വലിയ കട്ട ടാസ്ക് പോലെയായിരുന്നു ഞാൻ ആ വീട് പണിത്. റഫായിട്ടാണ് പോകുന്നത്. ഭയങ്കര ഹാർഡായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഈ ഡ്രാഗനെ ഒന്ന് ഡിഫീറ്റ് ചെയ്തല്ല എടുത്ത് കുറേ ഫാംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഗെയിം എത്തും. ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് ചില റോക്കറ്റ്സ് ആയിട്ടായിരിക്കും ഞാൻ പോകുന്നത്. ഈ റോക്കറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് പോകണം. പേപ്പറുണ്ട്, പക്ഷെ ഗൺ പൗഡർ ഇല്ല. ഇങ്ങനെ ഇത് പെറ്റ് മാച്ച് റോക്കറ്റ് ഉണ്ടാക്കി വെച്ചതിന്. പിന്നെ എനിക്ക് സീരീസിൽ അത്യാവശ്യം റോക്കറ്റ് വേണം. ഞാൻ ഈ ലെറ്റ്സ് പ്ലേ വേൾഡിൻ്റെ ബാക്കപ്പ് ലാസ്റ്റ് 4ാമത്തെയോ എപ്പിസോഡിന് ഞാൻ എടുത്തപ്പോഴാണ് 18 MB അങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ എടുത്തപ്പോഴാണ് ഈ എപ്പിസോഡ് എടുക്കണതിന് തലേ ദിവസം എടുത്തപ്പോഴാണ് ഏകദേശം 24 MB ആയി. എന്ന് വെച്ചൊരു 6 MB കൂടി. ഞാൻ ആ വില്ലേജിലേക്ക് പോയപ്പോൾ ലോഡ് ചെയ്തിട്ടാണ് അതിനെ. സുഡിയണൻ്റെ അത്രം പോലും ഇല്ല ഈ പെട്ടിയല്ല. സുഡിയണൻ്റെയൊക്കെ ഇപ്പോൾ 1 GB ഒക്കെ ആയി വേൾഡ്. എനിക്കാണെങ്കിൽ ബിൽഡിംഗ് സ്കെയിലും മോഡിയാകില്ല. എനിക്ക് ക്രിയേറ്റ് മോഡിനകത്ത് ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ വേണ്ട, ഇതിനകത്ത് എറിയണം. അവിടെ പുറത്തൊരു ചെസ്റ്റ് വേണ്ടി വരും എപ്പോഴും. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാം, പെട്ടി വെച്ച് ഫില്ല് ചെയ്യാം. അയ്യോ, ഇതെങ്ങനെയല്ലോ ഉണ്ടാവില്ല. 3 ലെയർ പെട്ടി വേണം. നല്ല അത്ര വലിയ സ്റ്റോറേജ് സ്ഥലമായി കൂട്ടി ഒന്ന്. ഇപ്പം ചെയ്യാം. ഇതുണ്ട് 3 ലെയർ ചെസ്റ്റ് വേണം. ഇവിടെ പുറത്ത് ചുമ്മാ ഒരു പെറ്റി ഇട്ടേക്കാം. പെട്ടെന്ന് വന്നിട്ട് പോകുമ്പോഴാണ് അത്യാവശ്യത്തിന്. ഞാനിപ്പോൾ ഒരു എമർജൻസിയിൽ പിള്ളേർ റയാണ് ഇത് വിറ്റേക്ക്. അങ്ങനെ ഞാൻ ബെഡ് എടുത്ത് ഇവിടെ ഇടാം.
ബെൽറ്റ് താഴത്തെ ഫ്ലോർ ഇടണം ശരിയായിരുന്നില്ല. ആ കാർപ്പറ്റ് വേണം. കാർപ്പറ്റ് ഇല്ലാത്തൊരു പ്രശ്നമാണല്ലോ. യെല്ലോ ആൻഡ് വൈറ്റ് ആയിരിക്കുക. ഇവിടെ നിന്ന് യെല്ലോ ഡൈ ഒപ്പിക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് സൺഫ്ലവർ വെച്ചിട്ട് ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ കുറേശ്ശെ സൺഫ്ലവർ പോരട്ടെ. വേണം തരുമല്ലേ. അപ്പോൾ 10 ഡൈ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 20 കാർപ്പറ്റ് നമുക്ക് യെല്ലോ ഒപ്പിക്കാം. എനിക്ക് ഇതിനകത്ത് എത്ര ഇതുണ്ടെന്ന് നോക്കട്ടെ. കറക്റ്റ് തന്നെ 10 ഞാൻ ഇതാക്കാം. 10 ഞാൻ ഇതാക്കിയിട്ടുണ്ട്. യെല്ലോ കാർപ്പറ്റ് 15 ഉണ്ടല്ലേ. ഞങ്ങളുടെ 2 തരത്തോളം 15 30 കാർപ്പറ്റ് ഉണ്ട് നമുക്ക്. 30 കാർപ്പറ്റ് നമുക്ക് പ്രയോജനപ്പെടുത്തണം. ഞാൻ മൊസൈക്ക് പാറ്റേൺ താഴെ ഇടാം. ഇതിനകത്ത് ക്രീപ്പറും സോംബിയും. എൻ്റെ അകത്ത് എന്താണേ മോൺസ്റ്റേഴ്സ് സ്പോൺ ആയിക്കൊണ്ടിരിക്കണം. ഒരു 2 ടോർച്ച് എടുത്തിട്ട് ഞാൻ അതിനകത്തേക്ക് വെക്കട്ടെ. ഓക്കെ, ഇത് പുറത്തുനിന്നൊരു കാർപ്പറ്റിൻ്റെ പുറത്തില്ല. അടിയില്ല. സ്കെലട്ടൻ നമുക്ക് ട്രാപ്പ് ചെയ്യണം. ഹിയർ ഗോസ് നത്തിങ്. ഞാൻ വലിയ PvP കാരനൊന്നും അല്ല. അവന് നല്ല ബോധമൊന്നു. ഇതിൻ്റെ അടിയൊരു ലൈറ്റ് ഇന്നും വേഗം പോയി ലൈറ്റ് ഒപ്പിച്ചുകൊണ്ട് വരട്ടെ. അല്ലെങ്കിൽ ഇതിനകത്ത് സ്കെലട്ടാണ്, ക്രീപ്പർ, സോംബി എല്ലാം ഭയം. ഒരു സൂപ്പർ ഫ്ലാറ്റ് സർവൈവൽ ചെയ്യണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമതേ എനിക്ക് ഗ്രൈൻഡ് ചെയ്യണം അത്രയ്ക്ക് ഇഷ്ടമല്ല. 1 കാർപ്പറ്റ് അല്ലേ, 2 3. അയ്യോ ഷടാ ഇല്ല, നശിപ്പിച്ച്. 1 വീണ്ടും എന്താണ് ഞാൻ 1 2 ഇങ്ങനെ വെച്ച് പോയാൽ മതി. സ്പേസിൻ്റെ ഇടയിൽ എന്നിട്ട് റിമൈനിങ് സ്പേസ് അങ്ങോട്ടേക്ക് വെച്ചാൽ പോലെ എൻ്റെ കാര്യം കഴിഞ്ഞു. 1 2 3 1 2. അയ്യോ ഓക്കെ, ഇത് 2 ആയി. ഇത്ര മതിയാകാം പറ്റും. ഈശ്വടാ ടച്ച് 1. അശ്വടാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിച്ചല്ലേ. ലാസ്റ്റ് യെല്ലോ, ലാസ്റ്റ് വൈറ്റ് അല്ലേ. വൈറ്റ് ഇവിടെയും വൈറ്റ്. ഇപ്പം ഇത് 2. ഒരു ടെമ്പററി കാർപ്പറ്റായിട്ട് ഇടണമെന്നുണ്ട്. ഈ ഫ്ലോറിങ് ഞാൻ ചെയ്തത് ശരിയായിട്ട് തോന്നില്ല. ഇടക്ക് മാത്രം മതിയാവുമല്ലേ. ഇതും മതിയാവും തോന്നുന്നു. ഒരു കേരമഴ വലിയ കടം കാർപ്പറ്റ് പോലെ ഡിസൈൻ. ബിൽഡറോ ഒന്നും അല്ല ഞാൻ, ഒരു മനുഷ്യൻ അത്ര ഇത്. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് ബ്രോ കിട്ടിയാണ്. പക്ഷേ അത്യാവശ്യമുള്ള ബ്രോ കിട്ടും. എനിക്കാണെങ്കിൽ ഡയമണ്ട് കിട്ടണമെങ്കിൽ ഇത്രക്ക് എന്തായാലും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളു. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.